ഓരോരു ദിവസം മറക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് മിക്കവാറും കുറേ ഈ സൺറൈസിൻ്റെ ഷോട്ട്സ് ആയിരുന്നു, സൺസെറ്റിൻ്റെ ഷോട്ട്സ് ആയിരുന്നു. സോ ഫുൾ ഓട്ടത്തിലായിരുന്നു സൺറൈസ് കിട്ടാൻ, സൺസെറ്റ് കിട്ടാൻ. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ശരിക്കും കിട്ടണം. പിന്നെ ഗുണ്ടൽപേട്ടിലായിരുന്നു കുറച്ച് ഷൂട്ടൊക്കെ. അപ്പോൾ തണുപ്പ്, ഡ്രൈ സ്കിന്നും എല്ലാം ഒരു ആകെ വളരെ നല്ലായിരുന്നു. ഫുൾ എൻറ്റയർ ടീം, നമ്മൾ ജസ്റ്റ് ആക്ടേഴ്സായിട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും ഫുൾ ടീം, മേക്കപ്പ്, കോസ്റ്റ്യൂം ഡിസൈനർ എല്ലാവരും. സോ ഒരു നല്ല ടീമായിരുന്നു, വളരെ ഒരു ഹാപ്പി ടീമായിരുന്നു. പ്ലസ് ബോബൻ സാർ എപ്പോഴും പറയും എല്ലാവരും ഓർമ്മിച്ചാണ് കഴിക്കേണ്ടത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. ജിയൻ്റെ കഥാപാത്രം ഒരു ബ്ലൈൻഡ് ക്യാരക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള പ്രിപ്പറേഷൻ ലെനയാണ് അമ്മയുടെ കഥാപാത്രം ചെയ്തത്. അപ്പം അത് ശരിക്കും ഗുജറാത്തി കോളനി, നമ്മുടെ ഫോട്ടോ വെച്ച് ഗുജറാത്തി കോളനിയാണ് ജിയൻ്റെ ചെറുപ്പകാലമൊക്കെ ചെയ്തത്. അപ്പോൾ ചെറുപ്പകാലത്തിൽ അഭിനയിച്ച ബാലുവിൻ്റെയും ഇപ്പോൾ ഈ കുട്ടികളെ രണ്ടുപേരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യായിരുന്നു. അപ്പം അതിനകത്ത് ആ രണ്ട് കുട്ടികൾ, ഒന്ന് പിന്നെ ഗൗരവും ഒന്ന് നിതീഷുമാണ്. നിതീഷ് എൻ്റെ മകനാണത്. അപ്പോൾ അവർ രണ്ടുപേരും അതിന് മുന്നേ മങ്കിപ്പൻ എന്നൊക്കെ പറഞ്ഞൊരു ചിത്രത്തിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അവരുടെ കയ്യിലെ കഥാപാത്രങ്ങൾ സേഫാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ആ കുട്ടികളെ അത് ഏൽപ്പിക്കുകയും ലെനയും കൂടെ ആയപ്പോൾ ആ ചെറുപ്പകാലം വളരെ ഭംഗിയായിട്ട് സിനിമ. കാര്യം ഒരു നായകൻ്റെ അടിസ്ഥാനം, അതായത് ഇയാൾ ബ്ലൈൻഡാണ്, ആ ബ്ലൈൻഡിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആ ചെറുപ്പ കാലഘട്ടമാണ്. അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ബോബൻ ചേട്ടൻ ഹണീബി പടം കണ്ടിട്ടാണ്. ഹണീബിയിലെ ആംബ്രോസിൻ്റെ ക്യാരക്ടറിനെ പുള്ളിക്ക് ഇഷ്ടമായിട്ടാണ് എന്നെ വിളിച്ചിട്ട് നമുക്ക് ഒരു കൊച്ചി സംഭവം പിടിക്കണ്ട, എന്നാലും ഒരു കൊച്ചിയിലൊരു എപ്പോഴും ഹൈപ്പറായിട്ട് എടുക്കുന്ന പുള്ളി ഫുൾ ടൈം എനർജി ഉള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ബാലുവിന് ചെയ്യാൻ പറ്റും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോബൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ക്യാരക്ടർ വൈസ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് പടത്തിൽ ശരിക്കും ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സീരിയൽ നടനാണ് പുള്ളി. ഒരു ഹനുമാൻ്റെ വേഷത്തിൽ കാണിക്കുന്നതാണ് പടത്തിൽ ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി എപ്പോഴും സീരിയൽ അഭിനയിക്കാൻ, സിനിമയിൽ എങ്ങനെയെങ്കിലും കയറണമെന്ന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഫ്രെഡി. അപ്പോൾ ബോബൻ ചേട്ടൻ ഹണീബി കണ്ടിട്ടാണ് എന്നെ ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തത്. എനിക്ക് സെക്കൻഡ് ഡേ തന്നെ ഒരു ലെങ്തി ഡയലോഗ് വന്നിട്ട് പറഞ്ഞു, എനിക്കറിഞ്ഞൂടായിരുന്നു ആരുടെയായിരുന്നു ആ സീൻ വന്നതെന്ന്. അല്ലോ ജസ്റ്റ് ഒരു ആ സീനിൻ്റെ കോമ്പിനേഷൻ വന്നത് രാവിലെയാണ് അറിഞ്ഞത്, ജയസൂര്യം ലാലേട്ടനുമാണ് വന്നതെന്ന്. അപ്പോൾ അതിന് മുമ്പത്തെ സീൻസൊക്കെ നമ്മൾ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ സീൻ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ തോമക്കൽ പഞ്ചായത്തായിരുന്നു, ഓരോ അരിയും പിറക്കി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഫുൾ. കാരണം കുറേ വെള്ളം കുടിച്ചു, അത്യാവശ്യം എനിക്ക് തോന്നി എന്താകും അവസ്ഥയെന്ന്. പക്ഷേ അവരാക്ച്വലി പറഞ്ഞ് കുഴപ്പമില്ല, നീ നല്ലോണം ചെയ്യുന്നുണ്ട്, ഫുൾ മോട്ടിവേറ്റിംഗ് ആയത്. ആദ്യ പ്രാവശ്യം ഞാൻ ലാൽ സാറെ കാണുന്നു. അപ്പോൾ എനിക്ക് സാറിന് അപ്പം ആരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ സാറാണ് എനിക്ക് ആദ്യം ഹായ് എന്നപ്പോൾ പറഞ്ഞിട്ട്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല, അവരെപ്പോഴും കൂളായിട്ട് ചെയ്യുന്ന ഒരു രണ്ടുപേരും ലാൽ സാറും ജയസൂര്യ നല്ല ഒരു ഫുൾ ടൈം പോസിറ്റീവ് എനർജി ആൻഡ് ഹാപ്പി എനർജി ആയിരുന്നു. സോ ആക്ച്വലി ഹാപ്പി ജേർണിയാണ് നമ്മുടെ ഷൂട്ടിംഗ് പ്രോസസ്സും, ഹാപ്പി ജേർണിയാണ്. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ പിന്നിലെല്ലാം ഫുൾ ഹാപ്പി ജേർണിയാണ്, ഫുൾ ഹാപ്പി. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. നമ്മുടെ മനസ്സിലാഗ്രഹം ഇത് ഗംഭീരമാവണം എന്ന് തന്നെയാണ് അല്ലേ. പിന്നെ റിസൾട്ട് എന്തായി തീരും എന്നുള്ള കാര്യം വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അതെന്താണെങ്കിലും എക്സ് ഓർ വൈ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ മൈനസ് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം പ്ലസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലസ്സുകളും എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഒരു സീൻ പോലും ബോറടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ സിനിമ ഹിറ്റായിരിക്കും. അത് ഒരു ഷുവർ ഹിറ്റായിരിക്കും എന്തായാലും. കാരണം ഇതിൽ അതിന് വേണ്ടിയുള്ള എല്ലാ എലമെൻസും ഉള്ളൊരു സിനിമയാണ്. അപ്പം
പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക, എല്ലാ സിനിമയും നല്ലൊരു അനുഭവമായിരിക്കണമല്ലോ. അപ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും, നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ 100%, 100 101% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ജയൻ ഒരുപക്ഷെ ജയൻ ഇതിനു മുന്നേ ചെയ്ത പല പടങ്ങളെക്കാൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എനിക്കറിയാം. പുള്ളിയുടെ സുഹൃത്തുക്കൾ വഴി ബ്ലൈൻഡ് അസോസിയേഷനിലൊക്കെ പോയി ബ്ലൈൻഡ്സായിട്ട് ഇപ്പം പുള്ളിക്ക് ഒരുപാട് ബ്ലൈൻഡായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ ചിത്രങ്ങൾ വഴി. അപ്പോൾ അവരെയൊക്കെ ഒബ്സർവ് ചെയ്ത് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ജയൻ അവരുടെ കൂടെ ചിലവഴിച്ച് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അവരുടെ കൂടെ നടന്ന് അവരുടെ മാനറിസങ്ങളും ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജയസൂര്യ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയില്ല. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും വേറെ ഒരാളായിട്ടാണ് ജയസൂര്യ ഇതിനകത്ത്. അതിനകത്ത് ഫുൾ ഒരു കണ്ണ് കാണാത്ത ഒരാളുടെ ബോഡിയിലുണ്ടാകുന്ന മാനറിസങ്ങളും അതിനകത്തുണ്ടാകുന്ന ബോഡി ലാംഗ്വേജും എല്ലാം ജയൻ അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും അതൊരു കണ്ണ് കാണാത്ത ഒരാളായിട്ട് തന്നെ തോന്നുന്ന രീതിയിൽ ജയൻ അത് അവതരും. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സംതൃപ്തനാണ്. എൻ്റെ പ്രായത്തിൽ ഇങ്ങനൊരു വേഷം സാധാരണ എൻ്റെ പ്രായത്തിന് പറ്റിയ വേഷങ്ങളിൽ എപ്പോഴും കുറവാണ് കിട്ടാറ്. പക്ഷേ ഈ പടത്തിൽ ത്രൂ ഔട്ടായിട്ട് എപ്പോഴും ജേട്ടൻ്റെയും ബാലിച്ചേട്ടൻ്റെയും ഒപ്പം തന്നെയുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും പ്രാഞ്ചിനെ വിളിക്കുകയും ഫ്രെഡിയും പ്രാഞ്ചിയും കൂടെ കാര്യങ്ങളൊക്കെ ഓടിയിരുന്ന് ചെയ്യും. അതിനൊരു ക്യാരക്ടറാണ് കിട്ടിയതിൽ ശരിക്കും ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇത്രയും വലിയൊരു നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. പടം ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. ഒരു പടത്തിൻ്റെ ഒരു സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ പടത്തിൽ. ആവശ്യത്തിന് കോമഡി പരിപാടികൾ കാര്യങ്ങളുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ എല്ലാവരെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് പടത്തിൽ. ഒരു ഫാമിലി എല്ലാം കാണിക്കുന്നുണ്ട്. സോ അതൊരു ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പിന് ഓറിയൻറ്റ് ചെയ്ത ഒരു പടമല്ല അത്. ഇത് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ്, നല്ലൊരു കുടുംബ ചിത്രമാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. ഇവിടുന്ന് മൂന്നാമത്തെ ഞാൻ പൊളിച്ചല്ല. കണ്ണ് കാണാത്തവന്മാരെ കളി പിടിപ്പിക്കാന്ന് പറഞ്ഞത് എട്ടിന്റെ പണിയാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുന്നവരോടൊപ്പം ഈ ലോകം. ചില സ്വപ്നങ്ങൾ കാണുന്നത് കണ്ണുകൊണ്ടല്ല, ഇവിടെ കൊണ്ടാണ്. ടെൻഷൻ ഉണ്ട്, എന്നാലും എനിക്ക് പ്രേക്ഷകറിനോട് ഒരെണ്ണം മാത്രമേ പറയുള്ളൂ, എല്ലാവർക്കും ഒരു മെസ്സേജ് തരുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ എല്ലാവരും കാണണം. നല്ല സിനിമകൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ ഓഡിയൻസ്. അപ്പം ഈ സിനിമയും നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ അതും അതേപോലെ നല്ല രീതിയിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്തായാലും നിങ്ങളിലൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു സപ്പോർട്ട് എന്തായാലും എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഒരു ഹാപ്പി ജേണിയാണ്. നമ്മൾ വരും, സിനിമ കണ്ടിട്ട് പോകുമ്പോൾ ഒരു റിയൽ ഉള്ളിലുള്ള ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. അങ്ങനത്തെ സിനിമയാണ്. You're crazy, man. റോമൻസ് എന്ന് പറഞ്ഞൊരു വലിയ ഹിറ്റ് 2013 ഏറ്റവും വലിയൊരു ഹിറ്റ് കൊടുത്ത ഒരു ഡയറക്ടർക്ക് തീർച്ചയായിട്ടും അടുത്ത സിനിമ ഭയങ്കര പ്രതീക്ഷയായിരിക്കും ആൾക്കാർക്ക്, അല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പം ഒരുപക്ഷെ ആ പ്രതീക്ഷ നിലനിർത്തുകയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോവുകയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ആ ഒരു ടെൻഷൻ എനിക്ക് ഈ സിനിമയിലുണ്ട്. കാരണം ജനങ്ങൾ ആ പ്രതീക്ഷയോടുകൂടി വരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത് ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ഓരോ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ടോട്ടാലിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും. ഈ സിനിമ കണ്ടിട്ട് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്, എനിക്കല്ല പറയാനുള്ളത്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും പ്രതീക്ഷയുള്ള സിനിമയാണ്. അവർക്കും ഇഷ്ടമാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന.